ഹലോ ഫ്രണ്ട്സ്, ഈ ആൻറ്റി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. സിമ്പിൾ ചുരിദാറാണ്, നമ്മൾ ലൈനിങ് ഇട്ടിട്ടുള്ള സിമ്പിൾ ചുരിദാറിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത്. അപ്പം അത് നമുക്ക് കുറച്ച് മോഡലൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ലൈനിങ്ങിൻ്റെ പീസ് ആദ്യം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 4 പീസായിട്ടാണ് ഉണ്ടാവുക, 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അതായത് ആദ്യം ഒന്ന് മടക്കി പിന്നെ അതിനെ വീണ്ടും മടക്കി, ഈ ഒരു സൈഡ് ഫോൾഡഡ് ആയിരിക്കും. കണ്ടല്ലോ, ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക. നീളത്തിൽ മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കിയതാണ് കേട്ടോ. ഞാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ നമ്മുടെ അളവ് ചുരിദാർ ഇങ്ങനെ വെച്ച് അളവ് ചുരിദാർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ അളവ് ചുരിദാർ ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം അവിടെ ഒരു 1/4 ഇഞ്ച് നമുക്ക് വിട്ട് കൊടുക്കണം. 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ. ഈ നെക്ക് പീസൊക്കെ വരുന്നത്, നെക്കിൻ്റെ ഭാഗത്തൊക്കെ അവിടെ നമുക്ക് പിന്നെ മാർക്ക് ചെയ്യാം. ഞാനിപ്പം മാർക്ക് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ആം ഹോളൊന്ന് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും കേട്ടോ കിട്ടുക. കണ്ടില്ലേ, ഷേപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ഹിപ്പ് ഒന്ന് മാർക്ക് ചെയ്തു. ആ സ്ലിറ്റിൻ്റെ പോർഷൻ കണ്ടില്ലേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി പതിയെ നമ്മുടെ ഈ ചുരിദാർ ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക, സ്ലീവിൻ്റെ പോർഷൻ. എന്നാൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം അവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതേ അളവിലാണ് കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നെക്കാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നെക്കും ഞാൻ ഈ ഒരു നെക്കല്ല കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു മോഡൽ നെക്കാണ് കേട്ടോ അതിന് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആ നെക്ക് വരയ്ക്കാഞ്ഞത്. ഇനി നമ്മൾ ഒരു സ്കെയിൽ അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഹോളിൻ്റെ പോർഷൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വരച്ചിട്ട് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഡോട്ട് ഇട്ടിട്ടില്ലേ, നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്ത ആ ഒരു ലൈനിൽ കൂടി ഇങ്ങനെ ആം ഹോളങ്ങ് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള ഷേപ്പും ഹിപ്പും ആം ഹോളിൻ്റെ ഭാഗവും അത് മൂന്നും കൂടി നമുക്കിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. എങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക, അവിടെയാണ് സ്ലിറ്റ് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു പോലെ കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ സീം അലവൻസ് ആണ്, സ്റ്റിച്ചിങ് ക്യാപ്പാണ് കേട്ടോ. ഈ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ഞാൻ 1.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. സ്ലിറ്റ് ഒരുപാടായി കഴിഞ്ഞാൽ മടക്കി അടിക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്ലിറ്റ് താഴേക്ക് നീട്ടി വരച്ചു കൊടുക്കാം. ഇങ്ങനെ താഴെ വരെ സ്ലിറ്റ് വരച്ചു കൊടുക്കാം. അതും നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, 1.5 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ താഴേക്ക് നീട്ടി സ്ലിറ്റ് വരച്ചു കൊടുക്കാം. ഇനി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ലൈന് എല്ലാം കൂടി ചേർത്ത് നമുക്കത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ വരച്ചത്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തൽ. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്.
അപ്പം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നേരത്തെ ആ ഒരു ചുരിദാറിൻ്റെ അളവിലുള്ള ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ നെക്ക് 5 ഇഞ്ചാണ് വരുന്നത്. അതേപോലെ നെക്കിൻ്റെ ഇവിടുത്തെ അളവ് 3 ഇഞ്ചാണ്. ഞാനിവിടെ 5 ഇഞ്ചും 3 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബോക്സായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് നമുക്ക് ഇതിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇത് ഞാൻ ക്യാൻവാസിലൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പാണ് നെക്കിന് കൊടുത്തിട്ടുള്ളത്. ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ നെക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാം കേട്ടോ. നെക്ക് ഞാനിങ്ങനെ ഒരു ഷേപ്പ് നെക്കിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നെക്ക് അവിടെ ഒരു ഇത്തിരി ഇറക്കിയതാണ്. നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ പോർഷൻ കയറുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കാണിക്കാത്തത്. ഇനി നമ്മൾ എക്സാക്റ്റ് നമ്മൾ തുണി ഒറിജിനൽ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത ലൈനിങ്ങിൻ്റെ പീസ് നേരത്തെ നമ്മൾ മടക്കിയത് പോലെ തന്നെ നമുക്ക് എങ്ങനെയാണോ തുണി കിട്ടുന്നത് അതേപോലെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈനിങ് നമ്മളെ ലെങ്ത്ത് കുറവായിരിക്കും. നമ്മളെ ഒറിജിനൽ ടോപ്പിൻ്റെ തുണിയില്ലേ അതിന് ലെങ്ത്ത് കൂടുതലുണ്ടായിരിക്കും കേട്ടോ. കൂടുതൽ എടുക്കണം. ഇനി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേ അളവ് തന്നെ നമുക്ക് ഇതിനകത്തേക്കും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിയത്തെ തുണി കണ്ടില്ലേ, ലെങ്ത്ത് കൂടുതലുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് ഫോൾഡഡ് ആയിട്ടായിരിക്കും ഉണ്ടാവാം. അതൊന്ന് ജസ്റ്റ് കത്രിക വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളെ ടോപ്പിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് ഈ ടോപ്പിന് വേണ്ടിയിട്ട് സ്ലീവ് കൂടി കട്ട് ചെയ്യണം. നേരത്തെ നമുക്ക് ബാലൻസ് ഉള്ള ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഞാനിത് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വീതിയിൽ ഒരു തവണയും കൂടി മടക്കാം. എൻ്റെ അളവ് ചുരിദാറിലുള്ളത് ചെറിയ സ്ലീവാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഞാൻ 3/4 സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, പിന്നെ വീണ്ടും ഒന്നും കൂടി അത് നടുകെ വീണ്ടും ഫോൾഡ് ചെയ്തതാണ്. ഇനി നമ്മുടെ അളവ് ചുരിദാർ എടുക്കുക. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ആ ഫോൾഡ് ചെയ്ത കൈയിൻ്റെ ആ സ്ലീവിൻ്റെ ആ ഒരു പോർഷനില്ലേ അതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ആം ഹോളിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഇവിടെ ഒരു അടയാളം കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമുക്ക് ആ ഷേപ്പിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എക്സാക്റ്റ് അളവാണ് കേട്ടോ, ഇത് എക്സ്ട്രാ എടുക്കണം അത് ഞാൻ പറയാം. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ഡോട്ടഡ് ലൈൻസൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം അവിടെ ക്ലോത്ത് പോവും, അതുകൊണ്ടാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഞാനൊരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മുടെ സീം അലവൻസ് 2 ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൽ സ്ലീവ് റൗണ്ട് ഇനി മാർക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ താഴെ സ്ലീവ് റൗണ്ട് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് സ്ലീവ് റൗണ്ടും ആം ഹോളിൻ്റെ ആ ഒരു പോർഷനൊന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ എക്സ്ട്രാ ഇട്ടില്ലേ, സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടില്ലേ, അതും ഇങ്ങനെ തന്നെ ഒന്നും കൂടി സ്കെയിൽ വെച്ചിട്ട് താഴെ വരെ ഒന്നുകൂടി ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 12.5 ഇഞ്ച് ഉണ്ട്. അതായത് ഫോൾഡ് ചെയ്ത് അടിക്കാനുള്ളതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ 3/4 സ്ലീവാണ് എടുത്തിട്ടുള്ളത്. 13 ഇഞ്ചിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അടിയത്ത് തുണി നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ വീഡിയോ ആവശ്യമുള്ളവരാണെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ എക്സാക്റ്റ് അളവിൻ്റെ പോർഷനിലൊക്കെ ചെറിയ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കില്ലേ, അതിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവ് കിട്ടും, രണ്ടിനും ഒരേ മെഷർമെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ സെൻറ്റർ പോർഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവിൻ്റെ അളവ് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ. ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.